ഇന്ത്യയിലെ കുടിയേറ്റ തൊഴിലാളികളുടെ കൊച്ചുപുരകളിൽ കൂരകളിൽ നിരന്തരമായി ബൂട്ടിട്ട മനുഷ്യർ കയറിയിറങ്ങുന്നുണ്ട്. അവിരാമം ആ റെയ്ഡുകൾ തുടരുന്നു. മഹാനഗരങ്ങളിലെ കൂറ്റൻ കെട്ടിടങ്ങളുടെ പരിസരത്തെ ചേരികളിലെ ജീവിതങ്ങൾ നിരന്തരം വേട്ടയാടപ്പെടുന്നു. നുഴഞ്ഞു കയറ്റക്കാർ എന്നാണ് ഭരണകൂടം അവിടുത്തെ മനുഷ്യരെ വിളിക്കുന്നത്. പക്ഷേ അതിലെ മനുഷ്യാവകാശ പ്രശ്നം രാഷ്ട്രീയ പാർട്ടികൾ വിസ്മരിച്ചു തുടങ്ങി, മുഖ്യധാരാ മാധ്യമങ്ങളും. ആയിരക്കണക്കിന് ബംഗാളി മുസ്ലിം കുടുംബങ്ങളാണ് അനിശ്ചിതത്വങ്ങളുടെ പുകമറയിൽ കണ്ണുനീറി കഴിയുന്നത്. ആ കൂരകളിലെ കുഞ്ഞുങ്ങളുടെ ഭാവിയും തുലാസിലാണ്. ഡൽഹിയുടെ ഔട്ടറാണ് ഗുരുഗ്രാം, നോയിഡ മേഖലകൾ, ഇൻഡസ്ട്രിയൽ ഹബ്. നോയിഡ യുപിയുടെ അതിർത്തി, ഗുരുഗ്രാം ഹരിയാനയുടെ ഭാഗം. അതിസമ്പന്നരുടെ പറദീസയാണ് ഗുരുഗ്രാം എന്ന പഴയ ഗുഡ്ഗാവ്. വൻ വ്യവസായ സ്ഥാപനങ്ങൾ, കൂറ്റൻ ആഡംബര ഫ്ളാറ്റുകൾ, മികവുള്ള ഹൈവേകൾ, പഞ്ചനക്ഷത്ര നിലവാരമുള്ള ആശുപത്രികൾ, വമ്പൻ ഹോട്ടലുകൾ, മാളുകൾ. ഇത്രയധികം SUVകൾ പായുന്നത് മറ്റെവിടെയും കാണില്ല. പക്ഷേ അമ്പരചുംബികളായ കെട്ടിടങ്ങൾക്കും വൃത്തിയുള്ള എലഗൻ അപ്പാർട്ട്മെൻറ്റുകൾക്കും സമീപമുള്ള ടർപോളിൻ കുടിലുകളിൽ കാനയിലെ വെള്ളം കെട്ടിക്കിടക്കുന്ന കൊതുകു കൂട്ടങ്ങളുടെയും മാലിന്യ കുമ്പാരത്തിൻ്റെയും ഭാഗത്ത് താമസിക്കുന്ന കുറേ മനുഷ്യരുണ്ട്. ഫ്ലാറ്റുകളിൽ വീട്ടുജോലിക്ക് പോകുന്നവർ, അവരുടെ ഡ്രൈവർമാർ, മാലിന്യം പെറുക്കുന്നവർ, കെട്ടിടം പണിക്ക് വന്ന ദിവസവേതനക്കാർ, അങ്ങനെ കുറേ ദരിദ്ര തൊഴിലാളികൾ. അവർക്കിടയിൽ പൗരത്വരേഖ തിരഞ്ഞുകൊണ്ടിരിക്കുകയാണ് പോലീസ്. അനധികൃത കുടിയേറ്റക്കാരെന്ന സംശയത്തിലാണ് ബംഗാളി മുസ്ലിങ്ങളിൽ പരിശോധന നടക്കുന്നത്. നൂറുകണക്കിന് മുസ്ലിം തൊഴിലാളികൾ കഴിഞ്ഞ മാസവും പിടികൂടപ്പെട്ടു. പൗരത്വരേഖ ചോദിച്ച് പോലീസ് മർദ്ദിച്ചതായി ഇവർക്ക് പരാതിയുണ്ട്. പക്ഷേ പോലീസ് ഇത് നിഷേധിക്കുന്നു. വോട്ടർ ID-യും ആധാറും കാണിച്ചിട്ടും അതെല്ലാം വ്യാജമായി ഉണ്ടാക്കിയതെന്ന് പോലീസ് പറഞ്ഞു. തങ്ങൾ ബംഗാളി മുസ്ലിം ആയതുകൊണ്ടാണോ എന്ന് 15 കൊല്ലമായി ഗുഡ്ഗാവിൽ കൂലിപ്പണിയെടുക്കുന്ന ആദർ അലി ഷെയ്ഖ് ചോദിക്കുന്നു. ഗുരുഗ്രാമിലെ നൂറുകണക്കിന് തൊഴിലാളി കുടുംബങ്ങൾ പോലീസിനെ പേടിച്ച് ഒറ്റ രാത്രി കൊണ്ട് നഗരത്തിൽ നിന്ന് പലായനം ചെയ്തു. ആകെയുള്ള വരുമാനം ഇട്ടെറിഞ്ഞ് കൊച്ചുകുഞ്ഞുങ്ങളുമായി ഓടിപ്പോയത് BBC അടക്കമുള്ള മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തു. കീറിയ വസ്ത്രങ്ങളും പഴയ പാത്രങ്ങളും സ്കൂൾ പുസ്തകങ്ങളും, പൊട്ടിപ്പോകാറായ പെട്ടികളിൽ അതെല്ലാം കുത്തിനിറച്ചുള്ള പലായനം. ബംഗാളിയോ, പേരിലെ മതമോ, ദരിദ്രനായതോ ഏതാണ് പോലീസിന് പ്രശ്നമെന്നാണ് ആദർ അലി ഷെയ്ഖ് ചോദിക്കുന്നത്. ഇതേ ഇടപെടൽ വലിയ ഫ്ളാറ്റുകളിലെ സമ്പന്നരായ ബംഗാളികളോട് കാണിക്കാൻ പോലീസ് ധൈര്യപ്പെടുമോ എന്നും ചോദ്യം. പക്ഷേ പിടികൂടിയ 250 പേരിൽ 10 പേരാണ് അനധികൃത കുടിയേറ്റക്കാർ. അവരെ മാത്രമേ നാടുകടത്തൂ എന്നാണ് പോലീസ് വാദം. പൗരത്വം തെളിയിക്കാൻ 30 ദിവസം, രേഖ ഹാജരാക്കാൻ സ്വന്തം ജില്ലകളിലേക്ക് അയക്കും. രേഖ ഹാജരാക്കുന്നതിൽ പരാജയപ്പെട്ടാൽ നാടുകടത്താൻ അതിർത്തി സേനയ്ക്ക് കൈമാറും. ഇതാണ് സർക്കാർ നയം. ബംഗ്ലാദേശ് അനധികൃത കുടിയേറ്റം പറഞ്ഞുള്ള മോദി സർക്കാർ നടപടി പുതുമയുള്ളതല്ല. പൗരത്വ ഭീഷണി പരിധി ലംഘിച്ചിട്ട് കുറച്ചായി അസമിലടക്കം. നൂറുകണക്കിന് ബംഗാളി മുസ്ലിങ്ങളെ ഡിറ്റൻഷൻ ക്യാമ്പുകളിലേക്ക് അവിടെ അയച്ചു. ഇപ്പോൾ ഡൽഹിയിലും നാടുകടത്തൽ തുടരുകയാണ്. ഇതിനൊരു മറുപുറമുണ്ട്. പഞ്ചനക്ഷത്ര സംസ്കാര നഗരത്തിൻ്റെ മറുവശം. തൊഴിലാളികൾ പേടിച്ചോടിയപ്പോൾ ഗുരുഗ്രാമിലെ മാലിന്യ സംസ്കരണം പാളി. മാലിന്യമെടുക്കാൻ ആളില്ലാതെ കൂമ്പാരമായി അത് തെരുവിലേക്ക് ഒഴുകി. വീട്ടുജോലിക്കാരനും ഡ്രൈവറും ജോലി ഉപേക്ഷിച്ചു പോയി. ആളെ കിട്ടാനില്ല. ഒരു ഫ്ലാറ്റിലെ താമസക്കാരി പറഞ്ഞു. ബംഗാളി സംസാരിക്കുന്ന മുസ്ലിം പേരുള്ള കുടിലിൽ താമസിക്കുന്ന ഒരാളെ കണ്ടാൽ ഉടനെ പൊക്കുകയാണ്, അല്ലാതെ മറ്റൊന്നുമില്ല. ട്രേഡ് യൂണിയൻ ദേശീയ കോർഡിനേഷൻ കമ്മിറ്റി നേതാവ് ആകാശ് ഭട്ടാചാര്യ പറയുന്നു. ഈ ചേരി, ചെയ്യുന്ന ജോലി, വൃത്തിയാക്കുന്ന വീടുകൾ, ഇതാണ് ഞങ്ങളുടെ മുഴുവൻ ജീവിതം. ഗുരുഗ്രാമിലുള്ള റൗണ ബീവി പറഞ്ഞു. ദാരിദ്ര്യം മാറ്റാനുള്ള കഠിനാധ്വാനം കൊണ്ടൊന്നും ഇപ്പോഴത്തെ പ്രശ്നം നേരിടാനാവില്ലെന്ന് ഈ ബംഗാളി മുസ്ലിങ്ങൾക്കറിയാം. പൊടി നിറഞ്ഞ ഗലികളിലെ കൂരകളിൽ അവർ പുകഞ്ഞു ജീവിക്കുന്നു. പേടിമാറാത്ത ഉറക്കങ്ങൾ. തെരഞ്ഞു വരുന്നവരെ കാണിക്കാൻ രേഖകൾ തലയിണക്കടിയിൽ തിരികെ വെച്ച് മാത്രം ഉറക്കം. സങ്കടകരമായ മറ്റൊരു കാര്യം, സംശയിക്കപ്പെടുന്നവരുടെ പൗരത്വം പരിശോധിച്ച് ഉറപ്പുവരുത്തിയാൽ ഉദ്യോഗസ്ഥർ സർട്ടിഫിക്കറ്റ് നൽകുന്നില്ല എന്നതാണ്. അതുകൊണ്ട് തന്നെ വീണ്ടും പോലീസ് വന്നാൽ വീണ്ടും അതേ ഹരാസ്മെൻറ്റിന് ഇരയാകേണ്ടി വരുന്നു. നരകാനുഭവങ്ങളുടെ തുടരൻ എപ്പിസോഡുകൾ. ഡൽഹിയിലെ കൂറ്റൻ ആഡംബര കെട്ടിടങ്ങൾക്കിടയിലാണ് ജയ് ഹിന്ദ് എന്ന ക്യാമ്പ്. താമസക്കാരൻ റാബി ഉൽ ഹസൻ ഒരു കാര്യം കൂടി പറഞ്ഞു. 3 ആഴ്ച മുമ്പ് ജയ് ഹിന്ദ് ക്യാമ്പ് പരിസരത്ത് അധികൃതർ വൈദ്യുതി വിച്ഛേദിച്ചു. 400ഓളം ആളുകളെ ഇരുട്ടിലേക്ക് തള്ളിവിട്ടു. ചേരി ഒഴിപ്പിക്കാനുള്ള ആദ്യ നടപടി.
നഗരത്തിൽ പണിയെടുക്കുന്നവർക്ക് മുറി വാടകയ്ക്ക് താമസിക്കാൻ മാത്രം കൂലിയില്ല. ഇപ്പോഴിതാ ബുൾഡോസറും വൈദ്യുതി കട്ടും. ചൂട് അസഹനീയമാണ്. ഭക്ഷണം വേഗം കേടാവും. ആകെയുള്ള പഴയ ഫാനുകളും നിലച്ചു. കുട്ടികൾ ഉഷ്ണം കൊണ്ട് കരച്ചിൽ നിർത്തുന്നില്ല. രാത്രിയിൽ ഞങ്ങൾ പുറത്തുറങ്ങാൻ ശ്രമിക്കും. പക്ഷേ അതിന് കൊതുകുകളും സമ്മതിക്കില്ല. ഇതിലും ഭേദം വല്ല ഡിറ്റൻഷൻ ക്യാമ്പിലും പോവുകയാണ്. അവിടെ ഫാനെങ്കിലും ഉണ്ടാകുമല്ലോ. BBC-യുടെ അഭിമുഖത്തിൽ ഒരു ബംഗാളി മുസ്ലിം യുവതി പറഞ്ഞ വാക്കുകളാണിത്. ഇതുകൂടി ചേർന്നതാണ് തിളങ്ങുന്ന പുതിയ ഇന്ത്യ.